അങ്ങനെ പടക്കടകുദാഹവ എന്തൊക്കെ മേളമായിരുന്നു. പാട്ട്, ഡാൻസ്, കൂത്ത്. എനിക്കപ്പോഴേ തോന്നി ടമാർ പടാർ എല്ലാം കത്തിച്ചാമ്പലാവൂന്ന്. ഞാനിതുവരെ ആരോടും പറയാത്തൊരു രഹസ്യമുണ്ട്. കേരളം അറിയാത്ത രഹസ്യം, ഇന്ത്യ അറിയാത്ത രഹസ്യം. ഇനി ഞാനത് മറച്ചു വെക്കുന്നില്ല. എനിക്ക് ദുബായിൽ കറവുപ്പണിയായിരുന്നു. കറവുപ്പണി പശുവിനെയല്ല, ഒട്ടകത്തിനെ. 100 കോല് പൊക്കമുള്ള ഒട്ടകത്തിനെ ഒരു വെയിലത്ത് കൈയെത്തിച്ച് കറന്ന് ഞാനുണ്ടാക്കിയ കാശ. എല്ലാ മലയാളികളും ഈന്തപ്പഴം നിന്ന് രസിക്കുമ്പോ നിങ്ങളൊക്കെ ഇത്രക്ക് ഇഷ്ടമുള്ള റോബസ്റ്റ് പഴം നിന്ന് വിശപ്പടക്ക് ഞാനുണ്ടാക്കിയ കാശ. ഞങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതിനു മുമ്പ് ഈ ടാക്സിക്കാരൻ എന്റെ ജീവൻ എടുക്കും. മദ്രാസി, നിന്റെ മാത്രമല്ല എല്ലാത്തിന്റെയും ജീവൻ ഞാൻ എടുക്കും. നിങ്ങൾക്കൊന്നും എന്നെ കുറിച്ചൊരു ചുക്കും അറിയില്ലടാ. ബോംബെ തെരുവിൽ ചീറിപ്പാഞ്ഞു നടക്കുന്ന വെടികുണ്ടകൾക്കിടയിൽ ടാക്സി ഓടിക്കുന്നവനാണ് ഞാൻ. എന്റെ ടാക്സി കൂലി പറ്റിക്കാവുന്ന ഒരു തെണ്ടി കരുതണ്ടടാ. സംസാ, ഞാൻ മേടിച്ചിട്ടേ പോവൂ. എടാ നീയൊക്കെ ധാരാവി ധാരാവിന്ന് കേട്ടിട്ടുണ്ടോ? കേട്ട് സാല കുത്തെ കമീനെ ഉല്ലുക്ക പട്ട് കുത്തേക്ക ബച്ച് കളിയാക്കുന്നോടാ ബേവക്കൂഫ്. എടാ നീ ദാവൂദിനറിയോ? ചോട്ടാരാജനറിയോ? ഇവിടെ പടക്കക്കടയും കത്തി പെണ്ണിന്റെ കല്യാണം മുടങ്ങുമെന്നോർത്ത് ചങ്കരിഞ്ഞിരിക്കാ പിള്ളേര്. അപ്പോൾ അവന്റെ ഒരു കഥാപ്രസംഗം. തള്ളേ, ഈ ധാരാവി ധാരാവിന്ന് കേട്ടിട്ടുണ്ടോ? നീ ഊച്ചാളി ഊച്ചാളിന്ന് കേട്ടിട്ടുണ്ടടാ പരട്ടെ. നിന്റെ ധാരാവി എനിക്ക് ഇതാടാ. ഇത് നീ ഇതുവരെ കണ്ട എന്റെ മുഖം ഉണ്ടല്ലോ, അത് ഡീസന്റ് മുഖം. എന്നെ തറയാക്കലടാ മോനെ. നിന്റെ കിണുത്തിരിട്ടൊന്നും തന്നാലുണ്ടല്ലോ നീ ഇവിടെ മുഴുവൻ തൂറി വീഴും. എടാ മണവാളത്തണ്ടി, എന്നോട് കൂടിയാ പറഞ്ഞേക്കണത്. മിസ്റ്റർ കരൺജി, ആക്ച്വലി പടക്ക കമ്പനി എങ്ങനെയാ കത്തിയത്? എല്ലാം ഞാൻ അറിഞ്ഞു. വരാനുള്ളത് വഴി തങ്ങില്ല എന്ന് എഴുതി സമാധാനിക്കാൻ. സത്യത്തിൽ പൊട്ടിത്തെറിച്ചപ്പോഴാ നിങ്ങളുടെ പടക്കങ്ങൾ പൊട്ടുന്നതാണെന്ന് എനിക്ക് ബോധ്യമായത്. കാശ് ഇന്ന് വരും, നാളെ പോകും, നാളെ വരും, മറ്റന്നാ പോകും. നിങ്ങൾക്ക് നാളെ വരാനുള്ളത് ഇന്നേ പോയി. പിന്നെ എങ്ങനെ നിങ്ങൾ എനിക്ക് കാശ് തരും? അതോർത്ത് വിഷമിക്കൊന്നും വേണ്ട. ഞാൻ അത്രയ്ക്ക് ദുഷ്ടനൊന്നുമല്ല. കാശ് കിട്ടുന്ന മറ്റൊരു പെണ്ണിനെ ഞാൻ എൻ്റെ ചെക്കന് വേണ്ടി നോക്കിക്കൊള്ളാം. വരട്ടെ. ഹലോ, ഞാനാ കാവേരി. അതെ, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കൂ. അത് ശരി, കുറച്ച് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വിളിക്കണം. എന്നാലും ഇങ്ങോട്ട് വിളിച്ച് പറയില്ലല്ലേ ഫോൺ എപ്പോ തരൂന്ന്? തന്നേക്കാം. എനിക്കെന്തിനാ തന്റെ ഈ... എന്താ പെട്ടെന്ന് സ്വരം മാറിയേ? അതാ പറഞ്ഞത്, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാൻ. ആഹാ, അങ്ങനെ തന്റെ സൗകര്യം നോക്കി വിളിക്കാനൊന്നും എനിക്ക് പറ്റില്ല. മര്യാദയ്ക്ക് എന്റെ ഫോൺ തന്നോ. തരാൻ സൗകര്യമില്ലടി. നിങ്ങളുടെ കേസ് കൊടുക്ക്.